It's indeed a privilege to worship the great God in this mortal body. ഈ ഭൗതിക ശരീരത്തിൽ നിന്നുകൊണ്ട് തന്നെ ആ വലിയവനായ ദൈവത്തെ ആരാധിക്കാനായിട്ട് കഴിഞ്ഞത് വലിയ ഭാഗ്യമായിട്ട് ഞാൻ ഇന്ന് കണക്കാക്കുന്നു. It is again a privilege for us to welcome our new wedded couple. നവദമ്പതികളെ ഇന്ന് ആദ്യമായിട്ട് നമ്മുടെ വർഷിപ്പ് മീറ്റിംഗിലേക്ക് വന്നതിലായിട്ട് നമ്മൾ സ്വാഗതം ചെയ്യുകയും സന്തോഷം അറിയിക്കുകയും ചെയ്യുന്നു. So we are so happy to have one more family in Tirumala Assembly as we remembered. തിരുമല അസംബ്ലിയോടുള്ള ബന്ധത്തിൽ ഒരു കുടുംബം കൂടെ ആയി തീർന്നതിലായിട്ട് ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. You know, we are so blessed this year in 2024. ഈ 2024 എന്ന് പറയുന്ന വർഷം നമുക്ക് വളരെ അനുഗ്രഹപ്രദമായ വർഷം തന്നെയായിരുന്നു. Somebody was called me last 2-3 days back and they were asking, ഇനി എത്ര ചെറുക്കന്മാർ നിങ്ങളുടെ അസംബ്ലിയിലുണ്ട്? ഒരാൾ വിളിച്ചു ചോദിച്ചു, ഇനി ഈ നമ്മുടെ സഭയിൽ എത്ര വിവാഹം കഴിക്കാത്ത പയ്യന്മാർ നമ്മുടെ മധ്യമുണ്ട് എന്നുള്ളത് വിളിച്ചു ചോദിച്ചു. So I was telling them my Jeremy is also ready. സഹോദരന്റെ മകൻ ജെറമിയും തയ്യാറാണ് എന്നാണ് സഹോദരൻ പറഞ്ഞത്. We started with Gabby and Sojia, and then of course we had Johan and Aline, and now we have a wonderful couple, Binoy and Rosalie. ഗാബിയും സോജിയുടെ വിവാഹം നടന്നു, അതിനുശേഷം ജോഹാന്റെയും അലിന്റെയും വിവാഹം നടന്നു, അതിനുശേഷം അവസാനമായിട്ട് ഇപ്പോ ബിനോയുടെയും അതുപോലെ റോസ്ലിയുടെയും വിവാഹം നടക്കുവാനായിട്ട്. We do have a lot of couples on the way. I mean, young people on the way. ഇനിയും വിവാഹം കഴിക്കാനായിട്ടുള്ളവർ അനേകരുണ്ടല്ലോ. ആ വിഷയം ഇത് ഇനി ദൈവം അനുവദിക്കുന്ന സമയങ്ങൾ നടക്കും, ദൈവം സഹായിക്കട്ടെ. So any ministry in Tirumala Assembly has always been looked upon by the world over, right? തിരുമല പ്രസിഡന്റ് അസംബ്ലിയിൽ നടക്കുന്ന ശുശ്രൂഷകൾ പലപ്പോഴും ലോകമെമ്പാടും പലരും വീക്ഷിക്കുന്ന ഒരു ശുശ്രൂഷയായിട്ടിരിക്കുന്നു. So more than us, they have been counting the boys and the girls available in the Tirumala Assembly. ഒരുപക്ഷെ പുറത്തുള്ളവരാണ് നമ്മുടെ സഭയിലെ യുവാക്കന്മാരുടെ യുവതികളുടെയും എത്ര പേരുണ്ട് എന്നുള്ളത് പോലും അവര് എണ്ണങ്ങൾ എടുക്കുന്നത്. So let's keep praying for them that God may give them the right, the exact, the perfect match in their life. വരുന്ന ദിവസങ്ങളിൽ നമുക്ക് അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവം അവർക്ക് വച്ചിരിക്കുന്ന ഏറ്റവും നല്ല പങ്കാളിയെ തന്നെ അവർക്ക് ലഭിക്കുവാനായിട്ട് ദൈവം അവരെ സഹായിക്കട്ടെ. And we do have a responsibility. Our responsibility as a church is not over for all these 3 young couples who have been recently married. ഈ 3 നവദമ്പതികളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കണം. നമ്മുടെ ഉത്തരവാദിത്വം അവരുടെ വിവാഹം കൊണ്ട് തീരുന്നതല്ലല്ലോ, ഇനിയും ആ കുടുംബങ്ങളെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കുക. So they may be useful for the Lord in every sense. എല്ലാ വിധത്തിലും അത് ദൈവത്തിന് ഉപയോഗമുള്ളവരായിട്ട് അവരായിരിക്കുവാനായിട്ട് ദൈവം ഇടയാക്കട്ടെ. Many people ask me what is the secret of my bodybuilding. പലരും സഹോദരന്റെ ശരീരക്ഷമതയെ കുറിച്ച് പലരും അതിന്റെ രഹസ്യം എന്താണെന്നുള്ളതൊക്കെ ചോദിക്കാറുണ്ട്. And my bodybuilding guru is today with us, Mathukutti Chan. He has been a one who has been motivated me for my bodybuilding right from my young days. സഹോദരന്റെ ശരീരാഭ്യാസവുമായി ബന്ധപ്പെട്ട് അനേക ഗൈഡൻസ് നൽകിയ സഹോദരനാണ് നമ്മുടെ മധ്യയിൽ നിന്ന് വന്നിരിക്കുന്ന മാത്തുക്കുട്ടി സഹോദരൻ. We started gym those days when we did not even have dumbbells. ഡംബൽസ് പോലുള്ള കാര്യങ്ങളൊന്നും ആ സമയങ്ങളിൽ ഇല്ലായിരുന്ന സമയത്ത് പോലും അവർ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ഇടയാക്കി. We had a wonderful fellowship during those Kumarad Pullad days during my college days. സഹോദരന്റെ കോളേജിൽ പഠിക്കുന്ന പഠനകാലത്താണ് അവിടെ കുമ്പനാടും അതുപോലെ പുല്ലാടും ഉള്ള സമയങ്ങൾ നല്ലൊരു കൂട്ടായ്മ ആ സമയങ്ങളിൽ ലഭിക്കുവാനായിട്ട് ഇടയായി. And Mathukutti Chan has been such a blessing for me personally. സഹോദരന് വ്യക്തിപരമായിട്ട് മാത്തുക്കുട്ടി ചായൻ എന്ന് പറയുന്ന സഹോദരൻ വളരെ അനുഗ്രഹകരമായിരുന്നു എന്ന് ഓർക്കുകയാണ്. His humility, his humbleness has always encouraged me. സഹോദരന്റെ താഴ്മയും സൗമ്യതയും സഹോദരനെ വളരെയധികം ആവേശം കൊള്ളിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത ഘടകമാണ്. He demands so much of our prayer as a church because Amama is going through such a tough times these days. സഹോദരന്റെ കുടുംബത്തെ ഓർത്ത് നമ്മൾ വളരെയധികം പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. സഹോദരിയോടുള്ള ബന്ധത്തിൽ അവൾ വളരെ ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. Yeah, let's keep her more in our prayers and uplift her before the grace of throne. ആ സഹോദരിയെ ഓർത്ത് നമുക്ക് വരുന്ന ദിവസങ്ങൾ അധികമായിട്ട് പ്രാർത്ഥിക്കുകയും ദൈവസന്നിധിയിൽ ഫലമേൽപ്പിക്കുകയും ചെയ്യാം. 3 weeks I was out. 3 ആഴ്ചയോളം കാലം താൻ മറ്റൊരു സ്ഥലത്തായിരുന്നു. For 12 days I was in the hospital for Ayurveda treatment. ഒരു ആയുർവേദ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഏകദേശം 12 ദിവസത്തോളം അതിലായിരുന്നു. They do all kind of things which is merely impossible for a human body. ഒരുപക്ഷെ ഒരു ശരീരത്തിന് താങ്ങാവുന്നതിലപ്പുറമായ പല കാര്യങ്ങളും അവർ എന്റെ ശരീരത്തിൽ ചെയ്യേണ്ടി വന്നു. They squeeze, they turn, they squeeze, they literally hit and they literally
thumb, they do whatever in the name of something called Ayurveda treatment. ആയുർവേദ ചികിത്സ എന്നുള്ള പേരിൽ തന്നെ അവര് ശരീരത്തിന്റെ പല ഭാഗങ്ങളും വലിച്ച് ഉടയ്ക്കാനും അല്ലെങ്കിൽ പിഴിഞ്ഞെടുക്കുന്ന രീതിയിലൊക്കെ അവർ ചെയ്യാനായിട്ട് ഇടയായി. But it is so rejuvenating, not only physically but also mentally and above all spiritually. അത് മാത്രമല്ല ആ സമയങ്ങളിൽ എന്നെ ശാരീരികമായും മാനസികമായും ആത്മീയമായിട്ടും എന്നെ ഉത്സാഹപ്പെടുത്തുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്ത ദിവസങ്ങളായിട്ട് അതായിരിക്കും. I had so much of time to read, so much time to sit before the Lord and introspect my own personal life. അതിന്റെ വ്യക്തിപരമായ ജീവിതത്തിലെ അതിന്റെ കാര്യങ്ങൾ ഒന്നുകൂടെ അനലൈസ് ചെയ്യുക, അവലോകനം ചെയ്യുവാനും ദൈവസന്നിധിയിൽ വായിക്കുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള സമയങ്ങൾ തനിക്ക് ലഭിക്കുകയുണ്ടായി. Just day before my discharge, I had a visitor just next to my room. സഹോദരൻ ഡിസ്ചാർജ് ആവുന്നതിന് തൊട്ട് മുമ്പത്തെ ദിവസം അവന്റെ താൻ കിടക്കയിലായിരുന്നതിന്റെ അടുത്തുള്ള റൂമിലുള്ള ഒരു സന്ദർശകൻ തന്റെ മുറിയിലേക്ക് കടന്നു വന്നു. Uncle and auntie, both of them are from US. They are basically Malayali, but they migrated to US and they have come down for a treatment. US-ലുള്ള രണ്ട് സഹോദരനും സഹോദരിയുമാണ്. അവരൊരു ചികിത്സയോടുള്ള ബന്ധത്തിൽ അവിടെ വന്നതാണ്. അവർ മലയാളികളാണ്. They hardly would be in their late 50s. അവർ ഒരു പക്ഷേ ഒരു ഏകദേശം 50 വയസ്സോളം പ്രായമുള്ളവരായിരിക്കും. And conversation with them which lasted for half an hour made me think so much about my own personal and spiritual life. അവരുമായിട്ടുള്ള ആശയ സംഭാഷണം നടത്തിയപ്പോൾ എനിക്ക് എന്റെ ജീവിതത്തിൽ നിന്നുള്ള പല കാര്യങ്ങളും അതിനോടനുബന്ധിച്ച് ചിന്തിക്കുവാനായിട്ടും ഇടയായി. Maybe you may take it in other way, but just have a line of thoughts what I went through. അതിന് ഒരു രത്നചുരുക്കം മാത്രം ഞാൻ ആശയത്തോടുള്ള ബന്ധത്തിൽ പറയുവാൻ ആഗ്രഹിക്കുന്നു. Uncle does not have much of a problem except his knee and joint pains. ആ സഹോദരന് വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല, എന്നാൽ കാൽമുട്ടിന്റേതും അല്ലെങ്കിൽ അസ്ഥികളിലുമുള്ള പ്രശ്നങ്ങളുണ്ട്. But auntie was brought there on wheelchair. She was having a frozen shoulder, then backache, then she had a terrible knee pain and swelling and toe. She's kind of a arthritis patient in one sense. സഹോദരിയെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന സഹോദരിയാണ്. ഷോൾഡറിൽ ബുദ്ധിമുട്ടുണ്ട്, അതുപോലെ കാൽമുട്ടിനുണ്ട്, അല്ലെങ്കിൽ കാലിന്റെ പാദങ്ങളിലൊക്കെ വലിയ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു വാദത്തിൻ്റെതായ എല്ലാ പ്രശ്നങ്ങളും ആ സഹോദരി അലട്ടുന്ന സാഹചര്യം ഉണ്ടായി. So when you stay there in a treatment in Ayurveda hospital, you start the day with a bitter kashayam and end the day with a bitter taila. Not tailam. You eat something, what do you call it? Lehyam. Sorry, I'm so sorry. Yeah. You start the day with a bitter kashayam and end the day with a very bitter lehyam. അവര് ചികിത്സ തുടങ്ങുന്നപ്പോൾ തന്നെ അവര് ആദ്യം ഒരു കയ്പുള്ള കഷായം കുടിച്ചുകൊണ്ട് ചികിത്സ അവസാനിപ്പിക്കുന്നത് അവര് ഒരു കയ്പുള്ള ലേഹ്യവും തന്നുകൊണ്ടാണ് അവര് ആ ചികിത്സ അവസാനിക്കുന്നത്. And funny thing is, you are not supposed to drink even a single drop of water after you had the lehyam in the night. ആ കയ്പുള്ള ലേഹ്യം കുടിച്ചു കഴിഞ്ഞാൽ ഒരു തുള്ളി വെള്ളം പോലും ഉടനെ കുടിക്കുവാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് രസകരമായ മറ്റൊരു കാര്യം. So what do you think? How would it be throughout night? ആ രാത്രി മുഴുവൻ ഏത് അവസ്ഥയിലായിരിക്കുമെന്ന് നിങ്ങൾക്ക് തന്നെ പ്രതീക്ഷിക്കാവുന്നു. Whenever you swallow, you will be swallowing the saliva with that bitter taste throughout night. ആ രാത്രി മുഴുവൻ ആ കയ്പിന്റേതായ ആ അനുഭവത്തിലൂടെ തന്നെ തനിക്ക് കടന്നു പോകേണ്ടതായിട്ട് വരും. First day when I had tailam and throughout night, I was literally should not be saying. I was literally abusing my doctor throughout night. ആദ്യത്തെ ദിവസം ആ ചികിത്സയോടുള്ള ബന്ധത്തിൽ പല കാര്യങ്ങൾ ചെയ്തപ്പോൾ സഹോദരൻ ആ ഡോക്ടറിനോട് പോലും പല രീതിയിൽ മോശമായിട്ട് പറയേണ്ടതായിട്ട് പോലും വന്നോ എന്ന് ചിന്തിക്കുക. You start the day with the kashayam and then you have around 10:30 you will start having they will do all kind of experiments on your body. അവര് രാവിലെ മുതൽ തൈലം തന്നുകൊണ്ട് അവര് ആദ്യമായിട്ട് അത് ആരംഭിക്കുകയും പിന്നെ മറ്റു പല കാര്യങ്ങളും അവർ ശരീരത്തിൽ ചെയ്തു തുടങ്ങുകയും ചെയ്യും. They will take the hot kiri from the hot oil and put it on your body. ചൂടുള്ള എണ്ണയിൽ നിന്ന് കിഴിയെടുത്ത് അത് ശരീരത്തിലേക്ക് അവർ പ്രസ് ചെയ്ത് പിടിപ്പിക്കുകയൊക്കെ ചെയ്യും. And then after half an hour 45 minutes of that exercise, they will put you in a steam cage.
അവര് ഈ ഒരു പ്രക്രിയ നടന്നതിന് ശേഷം ഒരു ചൂടുള്ള ഒരു കൂടിനുള്ളിലേക്ക് തന്നെ ആവിയുള്ള ഒരു കൂട്ടിലേക്ക് തന്നെ ആക്കി വെക്കും. When I was there first time, then I realized, how many pores are there in the body which can ooze the sweat throughout your body. ആ സമയത്ത് അവർ ചിന്തിക്കേണ്ട നമ്മുടെ ശരീരത്തിൽ എത്രയോ സുഷിരങ്ങളുണ്ട്, ഇതിലൂടെ നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ അകത്തേക്കും പുറത്തേക്കും പോകുന്നതിനെ കുറിച്ച് ഞാൻ ചിന്തിക്കേണ്ട. And then after the lunch you again have to sleep on your stomach to have a paste throughout your back for the relief of your pain. വേദന സംഹാരം നടത്തുന്നതിന് വേണ്ടിയിട്ട് തന്നെ കമഴ്ത്തി കിടത്തുകയും ആഹാരത്തിന് ശേഷം അതിന് മുകളിൽ പുറത്തായിട്ട് അനേക മരുന്നുകൾ വയ്ക്കുകയും ചെയ്യുമായി. You are not supposed to shake your body. ഒരു കാരണവശാലും നമ്മുടെ ശരീരം അനങ്ങുവാനായിട്ട് പാടില്ല. And this lasts for 1.5 hours. അത് ഏകദേശം 1.5 മണിക്കൂറോളം നീണ്ടു നിൽക്കും. So these are the treatments you have. ഈ രീതിയിലുള്ള ചികിത്സകളായിരുന്നു ഉണ്ടായിരുന്നത്. I am not threatening you, please. ഞാൻ നിങ്ങളെ ആരെയും ഭയപ്പെടുത്തുന്നതല്ല. But these are the treatments. ഇതൊക്കെയാണ് അവിടുത്തെ ചികിത്സാ രീതി. So I asked us uncle who came to visit me, uncle, how do you find the treatment? ആ സഹോദരനോട് സന്ദർശിക്കാൻ വന്ന സഹോദരനോട് ചോദിച്ചു, എങ്ങനെയാണ് ഈ ചികിത്സാ രീതിയെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞത് എന്നുള്ളത് ചോദിച്ചു. How did you like the treatment? ഈ ചികിത്സാ രീതി, ഇത്തരത്തിലുള്ള ചികിത്സാ രീതി എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചു. So he said that I love writing diary. സഹോദരൻ പറഞ്ഞു ഡയറി എഴുതുന്ന ഒരു സ്വഭാവം ആ സഹോദരനുണ്ട്. So he said he will give me the answer as per the diary. സഹോദരൻ പറഞ്ഞു ആ ഡയറിയിൽ എഴുതിയിരിക്കുന്ന പ്രകാരം ഞാൻ ഒരു മറുപടി നൽകാമെന്ന് പറഞ്ഞു. Morning kashayam, I like it. രാവിലെയുള്ള ആ കഷായം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. 6:30 chaya, I love it. 6:30 ചായ അത് എനിക്ക് വളരെ ഇഷ്ടമാണ്. 8 o'clock breakfast, love it. 8 മണിക്കുള്ള പ്രഭാത ഭക്ഷണം അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. 8:30 medicines, I like it. 8:30 ഔഷധങ്ങൾ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. 10 o'clock kiri, I like it. 10 മണിക്കുള്ള കിഴിയുടെ ചികിത്സാ രീതി അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. 11 o'clock steam, I like it. 11 മണിക്കുള്ള ആവിയുടെ ചികിത്സാ രീതി എനിക്ക് അതും ഇഷ്ടമാണ്. 11:30 juice, I love it. 11:30 ആ ജ്യൂസ് അതും എനിക്ക് വളരെ ഇഷ്ടമാണ്. 1 o'clock lunch, I like it. 1 മണിക്കുള്ള ലഞ്ചും എനിക്ക് ഇഷ്ടമാണ്. 2:30 pooch, that back when you paste, that throughout the paste what you put on your body, I like it. പുറത്ത് തേക്കുന്ന ആ മരുന്നും അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. Again 5 o'clock kashayam, I like it. 5 മണിക്ക് കഷായം ഉണ്ട്, അതും എനിക്ക് വളരെ ഇഷ്ടമാണ്. 6 o'clock medicines, I like it. 6 മണിക്കുള്ള മരുന്നും എനിക്ക് ഇഷ്ടമാണ്. 7 o'clock dinner, I love it. 7 മണിക്കുള്ള ഡിന്നറും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. 9 o'clock tailam, I like it. 9 മണിക്കുള്ള തൈലവും എനിക്ക് വളരെ ഇഷ്ടമാണ്. While having this conversation, his wife arrived in my room. ഈ രീതിയിലുള്ള സംഭാഷണം എന്റെ റൂമിലേക്ക് വന്നു. His wife came. സഹോദരി കടന്നു വന്നു ഈ സംഭാഷണം നടക്കുന്ന സമയത്ത്. Remember, she had come to that hospital on a wheelchair. Now she is coming to my room with her own. വീൽ ചെയറിലാണ് സഹോദരി ഹോസ്പിറ്റലിലേക്ക് വന്നതെങ്കിലും ഈ സമയത്ത് തനിക്ക് സ്വന്തമായിട്ട് നടന്നു വരുവാനുള്ള പ്രാപ്തി ഉണ്ടായിരുന്നു. And she heard all our conversation and she was sitting there. ഈ സംഭാഷണങ്ങളൊക്കെ കേട്ടുകൊണ്ട് അവിടെ ഇരിക്കുകയായിരുന്നു. I asked auntie, how do you like your treatment? ആന്റിയോട് ചോദിച്ചു എങ്ങനെയുണ്ട് ഈ ചികിത്സാ രീതി ഇഷ്ടപ്പെട്ടോ എന്നുള്ള രീതിയിൽ ചോദിച്ചു സഹോദരൻ. And that answers what she gave me makes me think so much. അതിനുള്ള മറുപടി സഹോദരൻ നൽകിയതാണ് എന്നെ ചിന്തിപ്പിച്ചത്. Mone, I thought my husband loves me. മകനെ എന്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുന്നു എന്നാണ് ഞാൻ ചിന്തിച്ചിരുന്നത്. He has brought me to the place where I had to start with the kashayam. എന്നെ ഒരു കഷായം കുടിച്ച് ആരംഭിക്കുന്ന ഒരു ചികിത്സാ രീതിയിലേക്ക് എന്നെ കൊണ്ടുവന്നു. And then they put me in a steam where if they cut the finger and dip it in the hot oil, it would have been good than pouring the hot oil on your body. ഒരു ചൂടുള്ള എണ്ണ കൈമുറിച്ചതിന് ശേഷം ഒരു ചൂടുള്ള എണ്ണയിലേക്ക് മുക്കുകയോ അല്ലെങ്കിൽ ചൂടുള്ള എണ്ണ തന്റെ കയ്യിലേക്ക് വീഴ്ത്തുകയോ ചെയ്യുന്ന രീതിയിലുള്ള വേദനയാണ് ആ സമയം ഉണ്ടാവുന്നത്. And then you cannot eat anything, no fish, no chicken, nothing. മാംസമായ ആഹാരങ്ങളൊന്നും ആ സമയത്ത് ഭക്ഷിക്കുവാനായിട്ട് പാടുള്ളതല്ല. You think my husband loves me? ഇങ്ങനെ ആയിരിക്കുമ്പോൾ എന്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുന്നു എന്ന് തോന്നുന്നുണ്ടോ? And then afternoon I have to have the
I have to lie down on my belly for 1.5 to 2 hours. ആ കമിഴ്ന്ന് ഒന്നൊന്നര മണിക്കൂറോളം ഞാൻ ഈ ചികിത്സയ്ക്ക് വേണ്ടി പിന്നെയും ഉച്ചയ്ക്ക് കിടക്കേണ്ടതായിട്ട് വരും. She continued, and finally she said, and I have to end the day with a layham, on which I not only abuse my doctor, but I abuse more my husband, because he brought me here. എന്നാൽ അവസാനം രാത്രിയാകുമ്പോൾ ആ ലേഹ്യവും തന്ന് കിടത്തുമ്പോൾ എനിക്ക് ആ ഡോക്ടറെ കുറ്റം പറയുന്നതിലുപരിയായിട്ട് എൻ്റെ ഭർത്താവിനെയാണ് ഞാൻ അതിന് കുറ്റം പറയാറുള്ളത്. You tell me I was between two husband and wife sitting there. If I say that, yeah, what you are saying is true, uncle will get offended. If I say, yes, uncle, no, uncle is okay, auntie will get offended, and they both will have a wrong attitude. ഈ രണ്ട് ഭർത്താവിന്റെയും ഭാര്യയുടെ ഇടയിൽ സഹോദരനായിരിക്കുകയാണ്. ഭർത്താവിനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞാൽ ഭാര്യ വിഷമിക്കും, ഭാര്യയെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞാൽ ഭർത്താവ് വിഷമിക്കുന്ന ഈ രീതിയിൽ ഒരു സന്ദർഭത്തിലാണ് സഹോദരനായിരിക്കുന്നത്. But I made, it made me think, isn't this the way we behave in our Christian life? ഈ കാര്യം എന്നെ ചിന്തിപ്പിക്കുവാനായിട്ട് ഇടയായി. ഈ രീതിയിലാണോ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം പ്രതികരണങ്ങൾ ഉണ്ടാക്കാറുള്ളത്? Because I was reading a portion on that day morning from Luke chapter 17 from 11 onwards. അന്ന് പ്രഭാതകാലം ലൂക്കോസ് എഴുതിയ സുവിശേഷം 17-ാം അധ്യായത്തിൽ നിന്ന് ഞാൻ ധ്യാനിക്കുകയായിരുന്നു. I know I was waiting for the perfect anecdote in my life, and God gave me this conversation. എന്റെ ജീവിതത്തിൽ നിന്ന് വലിയ ഒരു സന്ദേശം ഈ ഒരു സന്ദർഭത്തോടുള്ള ബന്ധത്തിൽ തനിക്ക് ലഭിക്കുകയുണ്ടായി. I hope this will be a blessing for you all. ഞാൻ പ്രതീക്ഷിക്കാൻ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹപരമായിരിക്കുമെന്ന്. Luke 17 from 11 to 19. ലൂക്കോസ് എഴുതിയ സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 11 മുതലുള്ള വാക്യങ്ങളാണ് ഈ സന്ദർഭം പറയുന്നത്. അവൻ യെരൂശലേമിലേക്ക് യാത്ര ചെയ്യുകയും ശമര്യയ്ക്കും ഗലീലയ്ക്കും നടുവിൽ കൂടി കടക്കുമ്പോൾ ഒരു ഗ്രാമത്തിൽ ചെല്ലുന്നേരം കുഷ്ഠരോഗികളായ 10 പുരുഷന്മാർ അവന് എതിർപ്പെട്ടു. അകലെ നിന്നുകൊണ്ട് യേശുനായക, ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് ഉറക്കെ പറഞ്ഞു. അവൻ അവരെ കണ്ടിട്ട്, നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിക്കുവിൻ എന്ന് പറഞ്ഞു. പോകയിൽ തന്നെ അവർ ശുദ്ധരായി തീർന്നു. അവരിൽ ഒരുത്തൻ തനിക്ക് സൗഖ്യം വന്നത് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മടങ്ങി വന്ന് അവന്റെ കാൽക്കൽ കവിണ്ണു വീണ് അവന് നന്ദി പറഞ്ഞ്, അവനോ ശമര്യക്കാരൻ ആയിരുന്നു. 10 പേർ ശുദ്ധരായി തീർന്നില്ലയോ? 9 പേർ എവിടെ? ഈ അന്യജാതിക്കാരനല്ലാതെ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ മടങ്ങി വന്നവരായ ആരെയും കാണുന്നില്ലല്ലോ എന്ന് യേശു പറഞ്ഞിട്ട് അവനോട്, എഴുന്നേറ്റ് പൊയ്ക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. There are 10 lepers in this story. ഈ സന്ദർഭത്തിൽ 10 കുഷ്ഠരോഗികളുടെ കാര്യമാണ് വിവരിച്ചു വരുന്നത്. One came back and another 9 are out. ഒരാൾ അതിൽ മടങ്ങി വരികയും 9 പേര് തിരിച്ചു പോവുകയും ചെയ്തു, വരാതെ മടങ്ങി പോവുകയും ചെയ്തു. And this speaks volume about our Christian values. വലിയ സന്ദേശം ഈ സന്ദർഭത്തിൽ ഈ ഒരു കാര്യം നമുക്ക് നൽകുന്നുണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ കുറിച്ച്. We know about our life, our Christian walk with the Lord, but we somehow get stumble on the way. നമുക്ക് ക്രിസ്തീയ ജീവിതത്തിൽ കർത്താവിനോടൊപ്പം നടപ്പിനെ കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണ ഉണ്ടെങ്കിലും പലപ്പോഴും അത് ഇടർച്ച വന്നു പോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. And today I title my talk with a simple with a question mark. ഈ രീതിയിൽ ഞാനൊരു തലക്കെട്ട് ഇതിന് നൽകുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമായിട്ടാണ് ആ തലക്കെട്ടായിരിക്കുന്നത്. Where are you? നീ എവിടെയാണ്? How many of you seen lepers? നിങ്ങൾ എത്ര പേര് കുഷ്ഠരോഗികളെ കണ്ടിട്ടുണ്ട്? If you see a leper, I can assure that you will not like to see them again. ഒരുപക്ഷെ ഒരിക്കൽ ആ കുഷ്ഠരോഗിയെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ആ കുഷ്ഠരോഗിയെ കാണണമെന്ന് നിങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കത്തില്ല. I was born and brought up in the north, and I have seen many colonies outside the villages, the cities, where they have a separate areas for the lepers to stay. പണ്ട് ആയിരുന്നത് ഉത്തരേന്ത്യയിലെ ആ ഗ്രാമങ്ങളിലായിരുന്നപ്പോൾ അവിടെ കോളനികൾ ഉണ്ടായിരുന്നു. അവിടെ ഈ കുഷ്ഠരോഗികൾക്ക് താമസിക്കാനായിട്ട് പുറത്ത് അതിനുവേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. There will be big huge campus, and with a huge wall they are not supposed to jump out. They will be kept inside the small rooms. വലിയ ഉയരത്തിലുള്ള മതിലുകൾക്കുള്ളിലാണ് അവരെ വലിയ ഒരു സ്ഥലത്ത് അവരെ ആക്കി വെച്ചിരിക്കുകയാണ്. അവരൊരിക്കലും അതിൽ നിന്ന് മറികടന്നോ പുറത്തോ പോകാതിരിക്കാൻ പറ്റാത്ത Those who have not seen the leper, please go and search in the Google.
ഒരുപക്ഷെ നിങ്ങൾ ആരും നേരിട്ട് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇന്റർനെറ്റിൽ ഒന്ന് നോക്കി നോക്കിയാൽ അതിന്റെ അവരുടെ അവസ്ഥ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. The virus which affects the lepers, that removes all that decays all the tips of your body. ആ അസുഖം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ എല്ലാ അറ്റങ്ങളെയും അഴുകുന്നതിന് പാകത്തിലാക്കുന്ന രീതിയിലുള്ള ഒരു അസുഖമാണ്. And the person cannot have the sense or the pain of it. അതിന്റെ വേദന, അഴുകുന്നതിന്റെ വേദന ആ വ്യക്തിക്ക് ഒരിക്കലും മനസ്സിലാകത്തതുമില്ല. It's a contagious disease. അതൊരു പകരുന്ന രോഗമാണ്. Therefore the lepers are always kept aloof. അതുകൊണ്ട് തന്നെ അവര് മറ്റൊരു സ്ഥലത്ത് പുറത്താണ് അവരെ ബന്ധപ്പെടാത്ത രീതിയിൽ അവരാക്കിയിരിക്കുന്നു. They cannot be touched. അവരെ ആർക്കും തൊടാനായിട്ട് അനുവാദമില്ല, അല്ലെങ്കിൽ കഴിയത്തില്ല. They cannot be felt. അവർക്ക് അനുഭവിക്കത്തില്ല, അനുഭവം ഉണ്ടാകത്തില്ല. So the people keep them isolated. അവരെ ഒഴിച്ച് അവരെ മാറ്റി നിർത്തിയിരിക്കുക മറ്റുള്ളവരിൽ നിന്നും. Around 15-17 years back I had do one event there in Calcutta. 15-17 വർഷങ്ങൾക്ക് മുമ്പ് ഈ കൽക്കട്ടയിലായിരുന്നു. So I asked my organizer if I could visit missionaries of charity. അവിടെ നടക്കുന്ന മിഷണറി ചാരിറ്റി പ്രവർത്തനം കാണുന്നതിന് വേണ്ടി തന്നെ കൊണ്ടുപോകാനായിട്ട് താൻ ആവശ്യപ്പെട്ടു. So we visited those days and we had a nice meeting with the sisters there, and I particularly wanted to move across the campus. അവിടെ എത്തിച്ചേരുകയും അവിടെയുള്ള സിസ്റ്റേഴ്സിനോട് സംസാരിക്കുകയും തന്നെ അവർ താമസിക്കുന്ന സ്ഥലങ്ങളിലേക്ക് തന്നെ കൊണ്ടുപോകാനായിട്ട് താൻ ആവശ്യപ്പെടുകയും ചെയ്തു. So there was one sister who was leading me and my team, and we were just moving across. തന്നെ നയിച്ചുകൊണ്ട് അവിടെയുള്ള ഒരു സിസ്റ്റർ അവരോട് കൂടെ ഉണ്ടായിരുന്നു. അവർ മുമ്പേ നടന്നു പോവുകയായിരുന്നു. Mother Teresa started this mass missionaries of charity almost 50-70 years back. ഏകദേശം 57-70 വർഷത്തോളം അധികമായി ഈ രീതിയിലുള്ള ഒരു പ്രവർത്തനം അവരവിടെ നടത്തിക്കൊണ്ട് വരികയാണ്. She used to pick the lepers, destitutes from the street, and she used to bring them and give them home. പല ചേരികളിലുള്ള ഉപേക്ഷിക്കപ്പെട്ട ഈ രീതിയിലുള്ള രോഗമുള്ളവരെ അവര് ഈ ഭവനത്തിലേക്ക് അല്ലെങ്കിൽ ഈ അന്തേവാസിയായിട്ട് ആക്കുവാനായിട്ട് അവർ കൊണ്ടുവരുമായിരുന്നു. So if you move across those campus, you will have a small buildings all across. ഈ ഒരു സ്ഥലത്തോട് നടന്നു പോകുമ്പോൾ ചെറിയ മുറികൾ അതിനോടനുബന്ധിച്ച് കാണുവാനായിട്ട് കഴിയും. And they have given an amazing names for all the buildings. ഓരോ കെട്ടിടങ്ങൾക്കും ഓരോ പേരുകൾ അവർ നൽകിയിട്ടുണ്ട്. House of care, where they literally have all the people being cared properly. അവരെ കരുതലിന്റെ ഭവനം എന്നുള്ള രീതിയിൽ ഒരു പേര് അവർ നൽകിയിട്ടുണ്ട്. House of joy, where people, these destitutes, they come there, they have their own fun time, they sing, they dance, they do all kind of joyful activities. മറ്റൊരു കെട്ടിടത്തിന് സന്തോഷത്തിന്റെ ഭവനം എന്നുള്ള രീതിയിൽ അവർ സന്തോഷിക്കുന്ന അനേക പ്രവൃത്തികൾ ചെയ്യുന്ന ഒരു കെട്ടിടമാക്കി അത് അവിടെ പേര് നാമകരണം ചെയ്തിട്ടുണ്ട്. There is one building, the name which fascinated me the most. എന്നാൽ ഒരു പേരാണ് എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ചതും അല്ലെങ്കിൽ ശ്രദ്ധ ആകർഷിച്ചതും. The house of dying. മരണത്തിന്റെ ഭവനം എന്നുള്ള രീതിയിൽ ഒരു നാമകരണം കണ്ടു. And I was told that house was taken care particularly by Mother Teresa herself. ഈ ഒരു ഭവനം അത് കൈകാര്യം ചെയ്തിരുന്നത് മദർ തെരേസ തന്നെയായിരുന്നു എന്നാണ് അറിയുവാനായിട്ട് കഴിഞ്ഞത്. The lepers who are almost in the verge of their death, they have been brought there, cared properly. Mother used to clean their wounds, help them, serve them properly, and give the best hospitality, best care, nursing care, whatever possible. അവർ മരണാസന്നമായ അനേകരെ അവിടെ കൊണ്ടുവരികയും മദർ തെരേസ അവരുടെ മുറിവുകളൊക്കെയും വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് അവരെ ആ രീതിയിൽ കൈകാര്യം ചെയ്യുകയും കെയർ ചെയ്യുകയും ചെയ്തിരുന്ന ഒരു സമയമായി. And mother used to say one statement which has been written in the front of that house. ആ ഭവനത്തിന് അല്ലെങ്കിൽ ആ കെട്ടിടത്തിന്റെ മുന്നിലായിട്ട് മദർ തെരേസ പറഞ്ഞ ഒരു വാചകം എഴുതി വെച്ചിട്ടുണ്ട്. It's wonderful to live a dignified life. വളരെ മാന്യതയുള്ള ഒരു ജീവിതം നയിക്കുവാനായിട്ട് വായിക്കുന്നത് വളരെ അത്ഭുതകരമായ കാര്യം തന്നെയാണ്. But it is even more, it is wonderful to die a dignified death. എന്നാൽ മാന്യമായ ഒരു മരണം ഉണ്ടാകുക എന്ന് പറയുന്നത് അതിനേക്കാൾ ഏറ്റവും മേന്മയേറിയ കാര്യമാണ് എന്നാണ് ആ സഹോദരി മദർ തെരേസ പറഞ്ഞിരിക്കുന്നത്. She said, I was told she used to ask them at the last stage, what do they want? അവസാന സമയങ്ങളിൽ അവരോട് നിങ്ങൾക്ക് എന്താ വേണ്ടതെന്നൊക്കെ അവരോട് ചോദിക്കും. They used to ask for Pepsi. അവർ പെപ്സിയോ. They used to ask for ice cream balls. അവർ ഐസ്ക്രീം ബോൾസ് ചോദിക്കും. They used to ask for Maggi.
അവർ മാഗി ചോദിക്കും. These are some small, in our terms, very small desires, but in their terms, it's something which they treasured to have it in their life. ഈ ആഗ്രഹങ്ങളൊക്കെ നമ്മുടെ ദൃഷ്ടിയിൽ ഒരുപക്ഷെ വളരെ ചെറിയ ആഗ്രഹങ്ങളാണെന്ന് തോന്നും. എന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ആഗ്രഹമായിട്ട് തന്നെ ആയിരിക്കുന്നു. And I was really challenged to understand, to know that they care lepers as a normal human beings. ആ കുഷ്ഠരോഗികളായിട്ടുള്ള അവരെ എല്ലാവരെയും സാധാരണ ഒരു മനുഷ്യരെ പോലെ തന്നെയാണ് അവർ കൈകാര്യം ചെയ്തിരുന്നത് എന്നുള്ളതാണ് എന്നെ അതിശയിപ്പിച്ച ഒരു കാര്യം. And this is what you have I have been forgetting. You have one organization in Orissa. ഒറീസയിൽ ഈ രീതിയിലുള്ള ഒരു സംഘടനയുണ്ട്. Stein. Graham Stein. I'm so sorry. Graham Stein and his wife and family, they are running now. ഗ്രഹാം സ്റ്റെയിൻസും അവരുടെ സഹോദരിയും ചേർന്ന് നടത്തുന്ന ആ ഒരു സംഘടന. My beloved, these are the stories we come across with. നാം അഭിമുഖീകരിക്കുക അല്ലെങ്കിൽ നാം കാണുന്നതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെയും ഇതാണ്. Why? എന്തുകൊണ്ടാ? Because lepers are not accepted in the crowd. അതിന് കാരണം എന്ന് പറയുന്നത് സമൂഹത്തിൽ യാതൊരു പ്രാധാന്യമോ അല്ലെങ്കിൽ അവർക്ക് പരിഗണനയോ ലഭിക്കാത്തൊരു സമൂഹമാണ് കുഷ്ഠരോഗികൾ എന്ന് പറയുന്നത്. This was even all the more dangerous, all the more difficult in the eras of our Lord Jesus Christ. ഇത് ഈ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ അല്ലെങ്കിൽ യഹൂദന്മാരുടെ കാലഘട്ടത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തിലായിരുന്നു അവരുടെ അവസ്ഥ എന്ന് പറയുന്നത്. They will not have the nose tip. They will not have the nose tip. അവർക്ക് മൂക്കിന്റെ അറ്റമൊന്നും അവർക്ക് ഒരു പക്ഷേ ഉണ്ടായിരിക്കത്തില്ല. They will not be having their ear tips. അവർക്ക് ചെവികളൊന്നും ഒരു പക്ഷേ ഉണ്ടായിരിക്കത്തില്ല. They will not be having the fingers. They will all have the fingers, all broken or all rotten. അവർക്ക് വിരലുകളൊന്നും തന്നെ ഉണ്ടായിരിക്കത്തില്ല. അതൊക്കെ അഴുകി ചീഞ്ഞു പോയിട്ടുണ്ടാവും. They cannot control their saliva because they will not be having their lips. അവർക്ക് ചുണ്ടുകൾ ഇല്ലാത്തത് കാരണം അവർക്ക് അവരുടെ ഉമിനീരുകളൊന്നും നിയന്ത്രിക്കുവാനോ ഒന്നും അവർക്ക് സാധിക്കത്തില്ലായിരുന്നു. Can you imagine this virus also destroy their eyelid? They cannot close their eyes. They cannot sleep. അവർക്ക് കൺപീലികളൊക്കെ നശിച്ചു പോയിട്ടുണ്ടാവും. ഈ രോഗം മുഖാന്തരമായിട്ട് അവർക്ക് ശരിയായ വണ്ണം കണ്ണടയ്ക്കുവാനോ ഉറങ്ങുവാനോ പോലും ശേഷി ഉണ്ടായിരിക്കത്തില്ല. In such situation, here comes Lord, and Lord is looking at them. ഈ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നവരെ കുറിച്ചാണ് ഈ സമയത്ത് കർത്താവ് യേശു ക്രിസ്തു അവിടെ കടന്നു വരുന്നത്. They are almost dead. അവര് മരണത്തിൻ്റെതായ അവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. Physically, emotionally, mentally, I do not know spiritually. അവർ ശാരീരികമായും മാനസികമായും വൈകാരികമായിട്ടും ഒരു പക്ഷേ ആത്മീയമായിട്ടും വളരെ തളർന്ന അവസ്ഥയിലൂടെ അവിടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നവരായിരിക്കാം. And in this situation, there are 10 lepers. They come across in the village, and Jesus Christ and the disciples, they see them there. ഈ സമയത്താണ് ആ 10 കുഷ്ഠരോഗികൾ അവരെ എതിർപ്പെട്ട് വരികയും ശിഷ്യന്മാർ അവരെ കാണുകയും ചെയ്തു. Why am I telling all this story? എന്തുകൊണ്ടാണ് ഈ രീതിയിൽ ഇതിനെ വിശദമായിട്ട് ഞാൻ ഈ രീതിയിൽ ഇവിടെ പറയുന്നത്? Because these are certain things, my beloved, we also as a children of God, we do have some similarities. ഈ സന്ദർഭം അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഏറ്റവും സാമ്യതയുള്ള കാര്യമായതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ വിശദീകരിച്ചത്. There are 3 things I want to set before you, then we'll close. 3 കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പാകെ പറഞ്ഞ് ഞാൻ ഈ സന്ദേശം അവസാനിപ്പിക്കണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുക. How many lepers were there? എത്ര കുഷ്ഠരോഗികളാണ് അവിടെ ഉള്ളത്? 10. How many came back? എത്ര പേര് മടങ്ങി വന്നു? 1. Why? ഒരാൾ. എന്തുകൊണ്ടാ? Where are 9? This is a question Jesus also is asking. കർത്താവായ യേശുക്രിസ്തു ചോദിച്ച ചോദ്യവും അത് തന്നെയാണ്. 9 പേർ എവിടെ? Where are they? എവിടെയാ അവര്? What do you think? I mean, let's just introspect. What do you think? Where would they be have? എന്തായിരിക്കും നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? എവിടെയായിരിക്കും അവര്? മറവി രോഗമുള്ളവരായിരുന്നു. ദേവാലയത്തിൽ പോയി കാണും. വീട്ടിലേക്ക് പോയി കാണും. We do not know. നമുക്കറിയത്തില്ല. വിശ്വാസമില്ലായ്മ. Okay.
I do not know where they were. അവര് യഥാർത്ഥത്തിൽ എവിടെ പോയി എന്നുള്ളത് നമുക്ക് അറിയത്തില്ല. But I know one thing. എന്നാൽ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, which is very, very, very profound. അത് വ്യക്തമായിട്ട് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാവും. Read verse 14. 14-ാമത്തെ വാക്യം. അവൻ അവരെ കണ്ടിട്ട് നിങ്ങൾ It starts Jesus Christ saw them. How are they now? അവർ കർത്താവ് യേശു ക്രിസ്തു കാണുമ്പോൾ അവർ ഏത് രീതിയിലാണ് അവരായിരിക്കുന്നത്? They are disfigured, they are ugly, they are stinking, they are rotten with a rotten body. They are in their absolute isolated stage. അവരെ അഴുകി, അവരെ മുഖമൊക്കെ ശരീരമൊക്കെ വികൃതമായിട്ട് വളരെ മോശമായിട്ടുള്ള ദുർഗന്ധമുള്ള ഒരു അവസ്ഥയിലാണ് അവരായിരിക്കുന്നത്. But now after one person, one Samaritan leper, when he has come back, what is the Lord's response? Read verse 18. അവര് അതിൽ ഒരാൾ മടങ്ങി വന്നപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രതികരണം ഉണ്ടായിരുന്നു. 18-ാമത്തെ വാക്യം. 9 പേർ എവിടെ? Is he looking at them? കർത്താവായ യേശു ക്രിസ്തു അവർ നോക്കുന്നുണ്ടോ? He's waiting them? അവരെ കാത്തിരിക്കുന്നുണ്ടോ കർത്താവ്? He's waiting for them. അവർക്ക് വേണ്ടി കർത്താവ് കാത്തിരിക്കുക. But my beloved, this is what speaks volume about you and about me. ഇത് തന്നെയാണ് നമ്മെ ഓരോരുത്തരെയും കുറിച്ച് ദൈവവും പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ സാമ്യതയുള്ള ഒരു കാര്യമെന്ന് ഞാൻ പറഞ്ഞത്. The first observation which I put it in this way, this is attitudinal anomaly. ഈ രീതിയിൽ ഞാൻ അതിനെ സംക്ഷേപിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അത് മനോഭാവത്തിന്റെ അപാകത എന്നാണ്. Most of us, we all are born again. We all have been excited when we were walking. We had started the walk with the Lord, and now we have lost that love. നാം കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിച്ച് ആ യാത്ര ആരംഭിച്ചപ്പോൾ വളരെ ആവേശത്തോടു കൂടിയാണ് ആ യാത്ര നാം തുടങ്ങി വെച്ചത്. എന്നാൽ അതിനുശേഷം എന്ത് സംഭവിച്ചു? We have been focusing only on the Lord and walking with the Lord and towards the Lord. നാം കർത്താവായ യേശു ക്രിസ്തുവിനെ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് അവനിൽ മാത്രം നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് നാം നമ്മുടെ നടത്തം നാം മുന്നോട്ട് നയിക്കുകയായിരുന്നു. We were sharing the gospel left and right. We were able to have no fear and we were walking with the Lord. ഒരു ഭയവുമില്ലാതെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം മറ്റുള്ളവരിലേക്ക് അങ്ങും ഇങ്ങും പറഞ്ഞു നടക്കുവാൻ യാതൊരു ഭയവുമില്ലാതെ നമ്മുടെ ജീവിതം മുന്നോട്ട് ആവേശത്തോടെ നയിക്കുകയായിരുന്നു. But after 5 years, after 10 years, after 20 years, where are we? എന്നാൽ 5 വർഷം കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞ് 20 വർഷം കഴിഞ്ഞപ്പോൾ നാം എവിടെ ആയിരിക്കുന്നു? What is the Lord saying and where are we? കർത്താവായ യേശു ക്രിസ്തു ചോദിക്കുന്നത് അത് തന്നെയാണ്. നാം എവിടെയാണ്? Where are you standing? Where am I standing? നാം എവിടെയാണ് ആയിരിക്കുന്നത്? നാം എവിടെയാണ് നിൽക്കുന്നത്? Is there any problem with my attitude? എന്റെ മനോഭാവത്തിൽ എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടോ? These are certain things, my beloved, we need to keep asking ourselves. നമ്മോട് തന്നെ നാം ചോദിക്കേണ്ട ഒരു ചോദ്യവും അത് തന്നെയാ. Lord has called you out for a reason. ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങളെ വിളിച്ചു വേർതിരിച്ചത്. He has not called you here for biryani and for beef curry. ആ ബിരിയാണിയും ബീഫ് കറിയും കഴിച്ച് ജീവിതം നയിക്കുവാനായിട്ടല്ല നിങ്ങളെ വിളിച്ചു വേർതിരിച്ചത്. He will take care of you. അവൻ നിങ്ങളെ കരുതും, തീർച്ചയായിട്ടും കരുതും. But he wants you to be an example. He wants you to be accomplishing his plan and purpose in his life. അവൻ നാം ഒരു മാതൃകയുള്ളവരായിരിക്കണം. നമ്മുടെ ജീവിതത്തിലെ അവന്റെ പദ്ധതികളും കാര്യങ്ങളും നാം നിവർത്തിക്കേണ്ടതാണ് അവന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. The problem with us, God has been blessing us abundantly. ഇതിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ദൈവം നമ്മെ വളരെ അനവധിയായിട്ട് അനുഗ്രഹിച്ചിട്ടുണ്ട്. God has given us everything whatever we seek for. നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അന്വേഷിക്കുന്നുണ്ടോ അതെല്ലാം ദൈവം നൽകുന്നുണ്ട്. When we enjoy those blessings, all other things for the Lord becomes the secondary options for us. ആ അനുഗ്രഹങ്ങളൊക്കെയും ആസ്വദിക്കുമ്പോൾ തന്നെ കർത്താവ് ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ആ പ്രാഥമികമായി ചെയ്യേണ്ട കാര്യങ്ങൾ പലതും നാം മറന്നു പോകുന്നു. This is what happened with these 9 people. ഇത് തന്നെയാണ് ആ 9 പേർക്കും അവിടെ സംഭവിച്ചിരിക്കുന്നത്. They were healed on the way. അവര് നടന്നു പോകുകയിൽ തന്നെ അവർ ശുദ്ധരായി തീർന്നു. Immediately they thought of their relatives. അവർ ആദ്യമേ ചിന്തിച്ചിട്ടുണ്ടാവാം അവരുടെ വീട്ടിലുള്ളവരെ അല്ലെ ഭവനക്കാരെ ആയിരിക്കും. I want to show them that I am been healed. അവരെ തന്നെ അവർക്ക് കാണിച്ചു കൊടുക്കുക, ഞാൻ സൗഖ്യമായത് അവർക്ക് കാണിച്ചു കൊടുക്കുക. They had gone through fulfilling all their business, whatever they had. അവരുടെ ജീവിതത്തിലെ മറ്റു പല കാര്യങ്ങളും നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കും അവർ പോയിട്ടുണ്ടാവുക. I do not know why. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. But I know one thing, they did not think about the Lord who was their healer.
എന്നാൽ കർത്താവ് അവർ സൗഖ്യമാക്കിയ കർത്താവിനെ അവർക്ക് ഓർമ്മിക്കാനോ അത് നോക്കുവാനോ അവർക്ക് കഴിയുന്നില്ല. Lord becomes secondary option for them. കർത്താവ് യേശുക്രിസ്തു അവർക്ക് രണ്ടാം കിടക്കാരനായി മാറിയിരിക്കുന്നു. This is what happens with each one of us. പ്രിയമുള്ളവരെ, നമ്മൾ ഓരോരുത്തർക്കും ഈ രീതിയിലാണ് ആയി തീർന്നിരിക്കുന്നത്. I work for government. സർക്കാരിന് വേണ്ടിയിട്ട് ജോലി ചെയ്യുന്നതാണല്ലോ സഹോദരൻ. And it's really fun to be in the government. ചില രീതിയിൽ അത് രസകരമായ ഒരു കാര്യം തന്നെയാണ്. But this job is only valued when you are inside your office between 10 to 5:30. നിങ്ങൾ ആ ഓഫീസിലെ മൂല്യം കൽപ്പിക്കുന്നത് ആ 10 മുതൽ 5 വരെയുള്ള ആ ഓഫീസിലായിരിക്കുന്ന സമയത്ത്. After 5:30, if you come out of your gate, nobody even bothers who you are. 5 മണിക്ക് ശേഷം ആ കതവ് കടന്ന് താൻ പുറത്തു വന്നു കഴിഞ്ഞാൽ ആരാണെന്നുള്ളതിന് ഒരു പ്രസക്തിയുമില്ല. And after retirement, that value is also gone. അത് റിട്ടയർമെന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു പരിഗണന പോലും പിന്നീട് ലഭിക്കത്തില്ല. You know, I always thank my family for putting me or keeping me grounded in my life. തന്റെ സഹോദരന്റെ കുടുംബത്തോട് താൻ അതിന് നന്ദിയുള്ളവരാണ്. ആ രീതിയിൽ തന്നെ പരിഗണിക്കുന്നു, ആ രീതിയിൽ തന്നെ ആക്കി നിർത്തുന്നതുകൊണ്ട്. My wife always say, you may be manager in the office, but at home I am the director. ഒരു പക്ഷേ നിങ്ങൾ ഓഫീസിൽ മാനേജർ ആയിരിക്കും, പക്ഷേ ഭവനത്തിൽ ആ രീതിയിലല്ല, ഡയറക്ടർ ആരാണെന്നൊക്കെ പറയുന്നു. My children, ever since they were born, the first day I was told the real reality of my position in the family. The real reality of the position of my family when they were born. സഹോദരന്റെ കുടുംബത്തിലെ അവസ്ഥ എങ്ങനെയാണ്, ഏത് രീതിയിലാണ് എന്നൊക്കെയും തന്റെ കുഞ്ഞുങ്ങളോട് താൻ പറഞ്ഞിട്ടുണ്ട്. When they were born, the first thing I was told to clean and change their nappies. അവര് ജനിച്ചു കഴിഞ്ഞ ആ സമയത്ത് അവരെ വൃത്തിയാക്കാനും കഴുകി തയ്യാറാക്കാനൊക്കെ താൻ നിൽക്കുമായിരുന്നു. So you may be an officer where you press a button, 10 fellows come to ask whether you want chaya, whether you want file, whether XYZ, but when you come at home, you have to change the nappies. ഒരു പക്ഷേ ഓഫീസിൽ നിങ്ങൾക്ക് ഒരു ബെല്ലടിച്ചു കഴിഞ്ഞാൽ 10-15 പേര് ഓടിയൊന്ന് എന്താണ് കാര്യം എന്ന് ചോദിച്ച് നമുക്ക് ചായ എന്ത് വേണോ ചെയ്തു തരും. എന്നാൽ ഭവനത്തിലേക്ക് വരുമ്പോൾ നാം തന്നെ ആ കാര്യങ്ങളൊക്കെ എടുത്ത് ചെയ്യേണ്ടതായിട്ട് വരും. This is what makes each one of us grounded at home. ഭയമുള്ളവർ, ഇത് തന്നെയാണ് നമ്മെ ആ ഭവനത്തിൽ നമ്മെ നിലനിർത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ ആക്കി വെച്ചിരിക്കുന്നത് എന്ന് പറയും. My mother is one step more further. അവന്റെ മാതാവ് എന്ന് പറയുന്ന ഒരു പടി കൂടെ മുമ്പിലാണ്. One day I had to have a meeting with the secretary in secretariat. സെക്രട്ടേറിയറ്റിലെ ഒരു ഉദ്യോഗസ്ഥരുമായിട്ട് സഹോദരനൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. So I had to work the evening throughout, and next day morning 11 o'clock was my meeting. വൈകുന്നേരം മുഴുവൻ ജോലി ചെയ്തിട്ട് അടുത്ത ദിവസം രാവിലെ ആയിരുന്നു മീറ്റിംഗ് ഉണ്ടായിരുന്നു. So I told my manager, bring all the files in the vehicle. From home we'll go straight to secretariat. വീട്ടിലേക്ക് ആ ഫയലുകളൊക്കെ കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് നേരെ നമുക്ക് സെക്രട്ടേറിയറ്റിലേക്ക് പോകാമെന്ന് സഹോദരൻ പറഞ്ഞു. So morning I was getting ready. രാവിലെ സഹോദരൻ അതിനുവേണ്ടി തയ്യാറാവുന്ന സമയത്ത്, and Melba was in the first floor in her bedroom. Children had all gone home, school, and I was sitting there looking my WhatsApp and my official thing in the sitting room. സിറ്റിംഗ് റൂമിലിരുന്ന് സഹോദരൻ തന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് സഹോദരന്റെ ഭാര്യ മുകളിലുണ്ടായിരുന്നു. കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പോയി. Bharya was in the bedroom. My mother was sitting before me. മാതാവ് സഹോദരന്റെ മാതാവ് തന്നെ കൂടെ ഉണ്ടായിരുന്നു. She was reading the newspaper. ന്യൂസ് പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. So I asked Mummy, Amma, just get me a glass of water. മാതാവിനോട് ചോദിച്ചു ഒരു ഗ്ലാസ് വെള്ളം എടുത്തോണ്ട് വരാൻ. So she brought me a glass of water. She kept on since I was working in the mobile, she kept it on the table. സഹോദരൻ മൊബൈൽ നോക്കിക്കൊണ്ടിരുന്നോണ്ട് ആ ടേബിളിലേക്ക് ആ ഒരു ഗ്ലാസ് വെള്ളം മാതാവ് കൊണ്ടുവച്ചു. So all of a sudden she started reading her newspaper while sitting before me. തന്നെ അവിടെ ആയിരുന്ന സമയത്ത് അപ്പോഴും പിന്നെയും മാതാവ് ആ പത്രം വായിച്ചുകൊണ്ടിരിക്കുക. I somehow I banged the glass and it fell down. All the water splashed there. അത് ആ ഗ്ലാസ് എടുക്കാനായിട്ട് പോകുന്ന സമയത്ത് ഗ്ലാസ് കൈതട്ടി ആ ഗ്ലാസ് താഴെ വീഴുകയും വെള്ളം താഴെ പോവുകയും ചെയ്തു. So normal response. സാധാരണയായിട്ട് എന്തായിരിക്കും പ്രതികരണം? I told mother, Mummy, tuni ഒന്ന് കൊണ്ടുവന്നിട്ട്, I wanted her to clean actually. എന്നിട്ട് മാതാവിനോട് സാധാരണ പറയും, ഞാൻ തുണി കൊണ്ടുവന്ന് അത് ക്ലീൻ ചെയ്യാനായിട്ട് പറയാം. So she said, കുഴപ്പമില്ല, I'll get it done. Go ahead, no problem. കുഴപ്പമില്ല, ഞാൻ അത് ചെയ്തോളാം എന്ന് മുന്നോട്ട് പൊയ്ക്കോളൂ. And then she thought, okay, because the cloth was on little, on a little higher way. He said, go and get that cloth, I'll clean up. തുണി കിടക്കുന്നത് കുറച്ച് ഉയർന്ന സ്ഥലത്താണ്, അത് എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞു. So my sarkari
quality, that Sarkari attitude sometimes pops up. ആ സമയത്ത് തന്റെ ആ ഉദ്യോഗസ്ഥ വൃന്ദത്തിലിരിക്കുന്ന ആ ഒരു സ്വഭാവം പുറത്തു വരികയുണ്ടായി. So I said, you are talking a class 1 officer to get the cloth to mop this water here. പദവിനോട് ഈ ക്ലാസ് 1 ഉദ്യോഗസ്ഥരോടാണ് പറയുന്നത് ആ തുണി എടുത്തുകൊണ്ട് വരുന്ന വൃത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട്. She was holding the newspaper like this. ആ ന്യൂസ് പേപ്പർ താൻ ഇങ്ങനെ എടുത്ത് വായിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. She folded the newspaper and said, പത്രം മടക്കി വെച്ചിട്ട് മാതാവ് ഇങ്ങനെ പറഞ്ഞു, what is your designation, by the way? എന്താണ് നിന്റെ ഡെസിഗ്നേഷൻ, പദവി എന്ന് ചോദിച്ചു. You know, that is the first time she even is knowing what is my designation. എന്റെ പദവി എന്താന്നുള്ള അറിയാം, എന്നാലും മാതാവ് ഇങ്ങനെ ചോദിക്കുക. So she is asked, I said, I'm assistant general manager. അസിസ്റ്റന്റ് ജനറൽ മാനേജർ ആണ് എന്ന് പറഞ്ഞു. ആ വാല് ഗേറ്റിന്റെ വെളിയിൽ വെക്കണം, നീ ഇവിടെ അസിസ്റ്റന്റേ ഉള്ളൂ. ആ ഒരു കാര്യം, പദവി ആ ഗേറ്റിന് പുറത്ത് വെച്ചാൽ മതി, ഈ വീട്ടിനകത്ത് അത് കൊണ്ടുവരണ്ടാന്നോ. General manager is outside the gate, you are merely a assistant here, go and get the mop and clean up. ഇവിടെ അസിസ്റ്റന്റ് മാത്രമാണ്, അത് ആ തുണി എടുത്തോണ്ട് വന്ന് ക്ലീൻ ചെയ്തോളാൻ പറഞ്ഞു. I hugged her. ആ മാതാവിനെ സഹോദരൻ കെട്ടിപ്പിടിച്ചു. Because you are reminded of your reality. പ്രിയമുള്ള, നമ്മുടെ നാം ആയിരിക്കുന്ന യഥാർത്ഥ അവസ്ഥയെ ഓർമ്മിപ്പിച്ചു തരികയാണ്. You are who you are. നീ ആരാണ് എന്നുള്ള കാര്യം. This is what happens when at times when we are walking, we need to walk with the Lord. കർത്താവിനോടൊപ്പം നടക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു സത്യവും ഇത് തന്നെയാ. Attitude is something which is very, very essential. മനോഭാവം എന്ന് പറയുന്നത് അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. You begin from somewhere and that is the place which you need to keep remembering. ഒരുപക്ഷെ ഒരു സ്ഥാനത്ത് നിന്ന് നിന്നെ ഈ ഒരു അവസ്ഥയിലേക്ക് ദൈവം എത്തിച്ചിട്ടുണ്ടാവും, എന്നാൽ ആ പഴയ അവസ്ഥ നീ ഓർമ്മിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. And that is an identity for you. അത് നിന്റെ ഒരു വ്യക്തിത്വത്തിന്റെ പ്രധാന ഘടകം തന്നെയാണ്. That is a point where Lord has really started working in you. അവിടെ നിന്നാണ് ദൈവം നിന്നെ പ്രവർത്തിച്ച് നിന്നെ ഈ രീതിയിൽ അവസ്ഥയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. We are blessed with a number of blessings. നമ്മെ ദൈവം ഒട്ടനവധി അനുഗ്രഹങ്ങളായി ദൈവം നിറച്ചിട്ടുണ്ട്. We have attained a number of knowledge. നമുക്ക് ഒട്ടനവധിയായ ജ്ഞാനങ്ങൾ ദൈവം അറിവും ദൈവം But we still remain who we are before the eyes of God. നാം എന്നിട്ടും കർത്താവ് നാം ആരാണ് എന്നുള്ള കാര്യം ദൈവസന്നിധി നാം മറന്നു പോകുന്നു. Don't keep complaining. നമ്മൾ ദൈവത്തിൽ പരാതി പറയരുത്. Don't keep looking at unwanted things which is not necessary in the sight of God. നമുക്ക് ആവശ്യമില്ലാത്ത, കർത്താവിന്റെ ദൃഷ്ടിയിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കരുത്. The problem is we are so engrossed in our unwanted attitude that we forget the reality in life. ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോയി പലപ്പോഴും അത്യന്താപേക്ഷിതമായ കാര്യങ്ങളിലേക്കുള്ള ശ്രദ്ധ നാം മാറ്റിക്കളയുന്നു. Be in real life who you are. നാം ആരാണ്, നമ്മുടെ ആ ഒരു സത്യാവസ്ഥ നാം മനസ്സിലാക്കിക്കൊണ്ട് God is not interested in your positions or education or in your privileges. നിങ്ങളുടെ ആനുകൂല്യങ്ങളോ അല്ലെങ്കിൽ പദവികളോ വിദ്യാഭ്യാസമോ ഒന്നും അതിനെക്കുറിച്ച് ഓർക്കുവാനല്ല. He is not even interested in your look. നമ്മുടെ ശാരീരികമായ ഭംഗിയിലൊന്നും അല്ല ദൈവത്തിന്റെ He is interested in your attitude. നിന്റെ മനോഭാവത്തിലാണ് ദൈവത്തിന്റെ ശ്രദ്ധ. He is interested how you behave before the Lord. ഏത് രീതിയിൽ ദൈവത്തിന് മുമ്പാകെ പെരുമാറുന്നു എന്നതിലാണ് ദൈവത്തിന്റെ ശ്രദ്ധ. Attitudinal anomaly, we all are engrossed in that. ആ മനോഭാവത്തിലെ അപാകതകൾ, നമുക്ക് അതിലെല്ലാം നമ്മുടെ ഇടയിൽ പരാജയങ്ങളുണ്ട്. We are not able to see the beauty, but we are able to see the problems in the beauty. നാം പലപ്പോഴും അതിന്റെ സൗന്ദര്യങ്ങൾ കാണാതെ ആ സൗന്ദര്യത്തിലെ പ്രശ്നങ്ങളിലേക്കാണ് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. We are not able to enjoy the beauty, but we are able to really put our concentration on things which are the dots in the beauty. പ്രിയമുള്ളവരെ, ആ സൗന്ദര്യത്തിൽ ആകർഷിക്കാതെ നാം പലപ്പോഴും അതിലുള്ള കുത്തുകളിലേക്കും കുറവുകളിലേക്കുമാണ് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. And when you are concentrating on those dots, you are not able to see the bigger beauty of life. നമ്മുടെ ആ പല കുറവുകളിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നമ്മുടെ മൊത്തത്തിലുള്ള ദൈവം ഉദ്ദേശിക്കുന്ന സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാൻ കഴിയാതെ പോകുന്നു. That is what happened with these 9 people. അത് തന്നെയാണ് നമ്മുടെ ഇടയിൽ നടന്നുകൊണ്ടേയിരിക്കുന്നത്. That is what happened with these 9 lepers. ഈ 9 കുഷ്ഠരോഗികൾക്കും അത് തന്നെയാണ് സംഭവിച്ചത്. They started going left and right, up and down. അവര് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോവുകയാ. But they did not come back to the Lord who gave them the best in their life. അവർക്ക് അവരുടെ ജീവിതത്തിൽ ദൈവം നൽകിയ ഏറ്റവും വലിയ കാര്യത്തെ കുറിച്ച് ഓർക്കാതെ മടങ്ങി വരാതെ, കർത്താവിലേക്ക് മടങ്ങി വരാതെ അവർ പോവുകയാ. Attitudinal anomaly. ആ മനോഭാവത്തിലെ അപാകത. Number 2. രണ്ടാമത്തെ കാര്യം, eternity eligibility. ആ നിത്യതയിലേക്കുള്ള യോഗ്യതകൾ. How many of them have been healed? എത്ര പേരാണ് അവിടെ സൗഖ്യം പ്രാപിച്ചത്?
All 10. എല്ലാ 10 പേർക്കും മുഴുവൻ. Now, read the last portion, 19, verse 19. 19-ാമത്തെ 18-19 വാക്യം. 9 പേർ അവിടെ ഈ അന്യജാതിക്കാരനല്ലാതെ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ മടങ്ങി വന്നവരായി ആരെയും കാണുന്നില്ലല്ലോ എന്ന് യേശു പറഞ്ഞിട്ട് അവനോട് എഴുന്നേറ്റ് പൊയ്ക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. You know, the last words which says, you are well. The faith has made you well. നിന്റെ വിശ്വാസം നിന്നെ നന്നാക്കി എന്ന അർത്ഥത്തിലാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. Basically that word, if you read it in the actual Greek, the word is sozo. Sozo. Yeah, S-O-T-Z-O, sozo. മൂലഭാഷയിൽ ആ വാക്കിന് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സോട്സോ എന്നുള്ള ഒരു പദമാണ്. The word is that you have been saved for eternity. അതിന്റെ ആ വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് നിത്യതയിലേക്ക് നിന്നെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു എന്ന അർത്ഥം. Paul uses this word in Romans when he says, confess your sin with your mouth and accept the Lord as your Jesus as your Lord and Savior, you will be sozo, you will be saved. പൗലോസ് ഈ വാക്ക് തന്നെ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. നീ വായ് കൊണ്ട് ഏറ്റു പറയും, കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ നീ രക്ഷ പ്രാപിക്കുമെന്ന് പറയുന്ന ആ സോട്സോ എന്നുള്ള പദം തന്നെയാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. So 9 of them have been physically healed. ആ 9 പേരും അവർ ശാരീരികമായിട്ട് സൗഖ്യം അവിടെ They have പ്രാപിച്ചു. been temporarily blessed in their body. അവര് ടെമ്പററി ആയിട്ട് അവർക്ക് വേണ്ടുന്ന അനുഗ്രഹങ്ങൾ അവിടെ ലഭിച്ചു. But here is a one who has come back to the Lord, who is a Samaritan, and he has been given an entry in the eternity. എന്നാൽ അതിലെ ഒരു സമരക്കാരനായ ഒരാൾ മാത്രം മടങ്ങി വന്ന നിത്യതയിലേക്കുള്ള ആ ഒരു എൻട്രി അവന് ലഭിക്കുന്നു. What a privilege it is for that Samaritan. ആ സമരക്കാരന് ലഭിക്കുന്ന എത്ര വലിയ ഭാഗ്യമായിരുന്നു അത്. My beloved, this is what happens with your action in Christian life. പ്രിയമുള്ളവരെ, ഇത് തന്നെയാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലെ ആവേശം എന്ന് പറയുന്നത്. What was the attitude of this man? എന്താണ് ഈ മനുഷ്യന്റെ മനോഭാവം? He wanted to go back to the Lord. അവന് കർത്താവിലേക്ക് മടങ്ങി വരണം. He wanted to thank the Lord. അവന് ദൈവത്തോടൊപ്പം സമയം ചെലവഴിക്കൽ, അവന് നന്ദി പറയണം. And when he went there, the Lord is saying, this man has come to glorify the Lord. അവിടെ പറയുകയാണ്, അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് മടങ്ങി വന്നിരിക്കുക. I mean, read the portion of what is his mentality when he's saying. അവൻ പറയുമ്പോൾ 17-ാം വാക്യത്തിൽ അവന്റെ 10 പേർ ശുദ്ധരായി തീർന്നില്ലയോ, 9 പേർ എവിടെ? ഈ അന്യജാതി 16 അവന്റെ കാൽക്കൽ വീണ് അവന് നന്ദി പറഞ്ഞു, അവനോ ശമരിക്കാരനായിരുന്നു. He is falling before the Lord and I do not know what was his attitude at that time. അവൻ കർത്താവിന്റെ സന്നിധിയിൽ അവിടെ കവിണ്ണ് വീണ് അവന്റെ ആ മനോഭാവം നമുക്ക് പറഞ്ഞു തീർക്കുവാനായിട്ട് സാധിക്കത്തില്ല. My beloved, let me ask you. ഞാൻ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഞാൻ ഇങ്ങനെ ചോദിക്കട്ടെ. When you entering this gate today morning, what was going on in your brain? ഈ ഒരു സഭകളുടെ ആ ഗേറ്റ് നിങ്ങൾ കടന്നു വന്നപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയും മനോഭാവവും എങ്ങനെയായിരുന്നു? Did you think that you are going to worship the King of Kings, the Lord of Lords in your life? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, ആ രാജാവിനെ കർത്താവിനെ ഞാൻ ആരാധിക്കുവാനായിട്ട് പോവുകയാണ് എന്ന മനോഭാവം? Did you think that King of Kings, the Master of universe, he loved you, giving himself on the cross of Calvary for your sake? സൃഷ്ടാവായ ദൈവം, രാജാവ്, നമ്മെ അവന്റെ രക്തത്താൽ അവൻ വീണ്ടെടുത്ത് നമ്മെ ആക്കിയ ആ വലിയ സ്നേഹം നമ്മോട് കാണിച്ചവനെ നാം ആരാധിക്കുവാനായിട്ട് പോകുന്നു എന്ന കാര്യം. I mean, your heart should pop up for thanking him. അവനെ ആ സമയത്ത് തന്നെ നമ്മൾ ഹൃദയം നിറഞ്ഞുകൊണ്ട് അവനെ നന്ദി പറയുവാനായിട്ട് ഉണരും. Whatever language, whatever emotion you have, just worship him in whatever way. ഏത് രീതിയിലാണ് നിങ്ങളുടെ വൈകാരികത എന്ന് അറിയത്തില്ല, ആ രീതിയിൽ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് നമ്മുടെ ഹൃദയം തുടിക്കും. You don't need this singing ability. ഒരു പക്ഷേ നിങ്ങൾക്ക് പാട്ട് പാടുവാനായിട്ട് അറിയത്തില്ലായിരിക്കും. You do not know how to frame sentences. ഒരു പക്ഷേ വാക്കുകളൊന്നും കൂട്ടിച്ചേർത്ത് പറയുവാനായിട്ട് നിങ്ങൾക്ക് അറിയത്തില്ലായിരിക്കാം. But at least give your heart before the Lord. എന്നാൽ നമ്മുടെ ഹൃദയംഗമായിട്ട് ദൈവസന്നിധി പകരുവാനായിട്ട് കഴിയണം. Pour out your heart before the Lord. അവന്റെ സന്നിധിയിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ പകരുവാനായിട്ട് കഴിയണം. Heaven is watching you, my beloved. പ്രിയമുള്ളവരെ, സ്വർഗ്ഗം നമ്മെ നിരീക്ഷിച്ചുകൊണ്ട് heaven is looking at your heart, my heart. How are we responding to our salvation? എന്റെയും നിങ്ങളുടെ ഹൃദയങ്ങളെ രക്ഷയും അവൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. But we forget at times. പലപ്പോഴും നമ്മൾ അത് മറന്നു പോകുന്നു. We don't even bother about it. നാം അതിനെക്കുറിച്ച്
ഓർമ്മയുള്ളവർ പോലുമല്ല. We come here നമ്മോട് വരുന്നത് like making an attendance. ഒരു അറ്റൻഡൻസ് നൽകുവാനായിട്ടാണോ? My beloved, when you pass this bread and wine before you, ആ ബ്രെഡും വീഞ്ഞും നിങ്ങളുടെ മുമ്പാകെ കടന്നു പോകുന്ന സമയത്ത് how is your attitude? നിങ്ങളുടെ മനോഭാവം ഏത് രീതിയിലാണ് I പ്രിയമുള്ളത്? leave you with a challenge. ആ ഒരു കാര്യം നിങ്ങളുടെ മുമ്പാകെ വെല്ലുവിളിയായിട്ട് മുമ്പാകെ വയ്ക്കുക. Attitudinal anomaly, മനോഭാവത്തിലെ അപാകത, eternity eligibility, നിത്യതയിലേക്കുള്ള ആ ഒരു അവകാശ യോഗ്യത, and finally അതിന് അവസാനമായിട്ട് opportunity overlooked. അവസരങ്ങളുടെ ലഭ്യത കൂടുതൽ. What was the first prayer of these 10 lepers? ഈ 10 കുഷ്ഠരോഗികളുടെ ആദ്യത്തെ പ്രാർത്ഥന എന്നായിരുന്നു? What was their prayer? എന്തായിരുന്നു അവരുടെ പ്രാർത്ഥന? Read verse 11. 11-ാം വാക്യം. അവൻ യെരൂശലേം യാത്രയിൽ ഗലീലയ്ക്ക് നടുവിൽ കടക്കുമ്പോൾ ഒരു ഗ്രാമത്തിൽ കുഷ്ഠരോഗികൾ 10 പേർ. 13 വാക്യം മലയാളത്തിൽ. അകലെ നിന്നുകൊണ്ട് യേശു നായക ഞങ്ങളോട് കരുണ ഉണ്ടാകണമെന്ന് ഉറക്കെ പറഞ്ഞു. Did they ask for healing? അവര് രോഗസൗഖ്യത്തിനായിട്ടാണോ അവിടെ അപേക്ഷിക്കുന്നത്? They are asking for mercy. അവർ കരുണയ്ക്ക് വേണ്ടിയിട്ട് അവിടെ യാചിക്കുന്നത്. Yeah, healing is involved in the mercy, no doubt about it. സൗഖ്യത്തിൽ കരുണയുണ്ട്, അതിൽ യാതൊരു സംശയവുമില്ല. Because that is the first desire they would be having in their heart. ഒരുപക്ഷെ അത് തന്നെ ആയിരിക്കും അവരുടെ ഹൃദയത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നു. But they are asking an amazing, their call, their cry is something which fascinated me. എന്നെ അതിശയിപ്പിച്ച അവരുടെ ആ കരച്ചിലാണ്, ആ വാക്കുകളാണ്. Jesus, the master. യേശു നായക. The word which is used there is the supreme authority. ഏറ്റവും ഉന്നത പദവിയിലിരുന്ന് നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയെ വിളിക്കുന്ന ഒരു നാമകരണമാണ് ഈ നായക എന്നുള്ളത്. Jesus, the supreme authority, have mercy on us. Have mercy on me. യേശു നായക, അത്രയും ഉന്നതത്തിലിരിക്കുന്ന യേശു നായക ഞങ്ങളോട് കരുണ ഉണ്ടാകണമേ എന്നാണ് അവർ യാചിക്കുന്നത്. We don't deserve. നമുക്ക് യോഗ്യതയൊന്നുമില്ല. I am not even worthy for your mercy. നിന്റെ കരുണയ്ക്ക് ഞാൻ ഒരിക്കലും യോഗ്യനല്ല. But still I am praying. എന്നാലും ഞാൻ അവിടെ പറയുകയാണ്, നിലവിളിക്കുക, have mercy on me. ഞങ്ങളിൽ കരുണ ഉണ്ടാകണമേ. Wasn't this prayer when you were born again in the Lord? Wasn't this a prayer when you were born again in the Lord? നിങ്ങൾ കർത്താവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിച്ച സമയത്ത് നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന ഈ രീതിയിലല്ലായിരുന്നു. Have mercy. കരുണയുണ്ടാകണമേ. Did God show mercy? ആ കരുണ ദൈവം നമുക്ക് കാണിച്ചു തന്നുവോ? Yes. അതെ. God is merciful. In Psalm 103 verse 8 says, God is a merciful and gracious God. Slow to anger. കർത്താവായ യേശുക്രിസ്തു സങ്കീർത്തനങ്ങൾ 100-ാം 3-ാം വാക്യത്തിൽ വായിക്കുന്നു, കരുണാസമ്പന്നനായ ദൈവം. അപ്പൊ എന്ന രീതിയിൽ He is a merciful God. അവൻ കരുണയും കൃപയും നിറഞ്ഞവനാകുന്നു. He will read. I'll show you the step by step. There's so much thing. യഹോവ കരുണയും കൃപയും നിറഞ്ഞവനാകുന്നു, ദീർഘക്ഷമയും മഹാദയും ഉള്ളവൻ തന്നെ. Read verse 11 of the same chapter 17. Verse 13. 17. They asked for mercy. Just see how the step by step things are going. Okay. അവർ ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് അവർ ഉറക്കെ പറയുന്നു. Okay. Then what did Lord say? എന്നിട്ട് കർത്താവായ യേശുക്രിസ്തു എന്ന് പറയുന്നു, നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിക്കുവിൻ എന്ന് പറഞ്ഞു. In English it says you will be cleansed. Yeah. ഇംഗ്ലീഷില് നിങ്ങൾ ശുദ്ധരായി തീർന്നു അല്ലെങ്കിൽ ക്ലെൻസ് ചെയ്യപ്പെട്ടു എന്നാണ് ഇംഗ്ലീഷിൽ അവിടെ പറഞ്ഞത്. And then when this one man who comes back, Lord is saying whether there were not 10 healed. അവിടെ കർത്താവ് ഈ 9 പേരെ അവര് ശുദ്ധരായി തീർന്നില്ലയോ എന്ന് ചോദിക്കുന്നുണ്ട്. And then when he's talking to the Samaritan, he says that you will be saved. നിന്റെ വിശ്വാസം വലുതാണ്, അല്ലെങ്കിൽ നീ രക്ഷിക്കപ്പെട്ടു, അല്ലെങ്കിൽ രക്ഷ പ്രാപിച്ചു എന്നുള്ള അർത്ഥത്തിൽ കർത്താവ് പറയുന്നു. So cleaning, healing and salvation.
അവിടെ ക്ലീനിങ് നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ശുദ്ധീകരണം നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് രക്ഷയിലേക്ക് അവൻ Lord was more interested to bring them into the eternity. കർത്താവിന് അവരെ ആഗ്രഹം എന്ന് പറയുന്ന ഒരു നിത്യതയിലേക്ക് അവർ വരണമെന്നുള്ളതാണ്. But through his mercy he was able to clean them, he was able to heal them, and also he was able to take them to the heaven. അവരെ ക്ലീൻ ചെയ്യുവാനും അവരെ ശുദ്ധീകരിക്കാനും അവരെ സൗഖ്യമാക്കുവാനും അവരെ സ്വർഗത്തിലേക്ക് അവർ അവകാശികളായി തീരണമെന്നുള്ള. My beloved, are we having the mercy of God in our life? ആ കരുണയുടെ കാര്യം നമ്മുടെ ജീവിതങ്ങളിലേക്ക് ദൈവം നൽകിയിട്ടുണ്ടോ? Because of the mercy you woke up today morning. പ്രിയമുള്ളവരെ, ആ കരുണ മുഖാന്തരമാണ് നാം ഇന്ന് രാവിലെ കാലം നമുക്ക് ഉണരുവാനായിട്ട് സാധിച്ചത്. You did not deserve, but Lord gave you the mercy. നിനക്കതിന് യാതൊരു യോഗ്യതയും ഇല്ലായിരുന്നു, എന്നാൽ കർത്താവിന്റെ കരുണ കൊണ്ടാണ് ഇന്ന് രാവിലെ ഉറക്കം We reached here safely because of his mercy. നീ സുഖകരമായി സുരക്ഷിതമായി യാത്ര ചെയ്യുന്ന അവന്റെ കരുണ കൊണ്ടിട്ടാണ്. I am standing here because of his mercy. I do not have any problem, any issues. ഞാനിവിടെ ആയിരിക്കുന്നത് നിൽക്കുന്നത് തന്നെ അവന്റെ കരുണ മുഖാന്തരമാണ്. You are sitting here because of your mercy of God. ആ കർത്താവ് നിങ്ങൾ ഇവിടെ ആയിരിക്കുന്നതും ഇരിക്കുന്നതിനുള്ള കാരണം എന്ന് പറയുന്നത് ദൈവത്തിന്റെ കരുണ മുഖാന്തരമാണ്. Your eyes are working, your ears are working, your appetite is okay, your hands, feet, all the organs in the body, all are working because of the mercy of God. നിങ്ങളുടെ ശരീരത്തിലെ അവയവങ്ങൾ കേൾക്കുവാനും കാണുവാനും ഒക്കെയുള്ള കഴിവുകളും കൈകൾ അനക്കുവാനും ഒക്കെയുള്ള കാര്യം എന്ന് പറയുന്നത് അതിന് നിദാനമായിരിക്കുന്നത് ദൈവത്തിന്റെ കരുണയാണ്. Do you understand? Do you give that honor and that respect the one who is giving you all the mercy? ആ ബഹുമാനവും നന്ദിയും ദൈവസ്വരതിയിൽ കൊടുക്കുവാനായിട്ട്, ആ നന്ദി കരുണയിലുള്ള നന്ദി അവന് കൊടുക്കുവാനായിട്ട് നാം ശ്രമിക്കുന്നുണ്ടോ? My beloved, we are not worthy for any one of this. പ്രിയമുള്ളവരെ, ഇതിനൊന്നും യാതൊരു യോഗ്യതയും നമുക്കില്ലാത്തവരാണ്. Just like this it can all vanish. ഒരു വിത്തിൻ സെക്കൻഡ്സിൽ നാം എല്ലാവരും മാഞ്ഞു പോകുന്നവരാണ്. It will not take much of a time for Lord to remove his mercy from you. നമ്മിൽ നിന്ന് ആ കരുണ എടുത്തു കളയുവാനായിട്ട് കർത്താവിന് യാതൊരു താമസവും ആവശ്യമില്ല. But he is sustaining you and me so that we can keep depending on him time and again. നമ്മെ അവൻ നിലനിർത്തിയിരിക്കുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് അവന്റെ ദീർഘക്ഷമ, അവന്റെ കരുണയും മുഖാന്തരം മാത്രമാണ്. He is tolerating us literally. അവന്റെ ആധിപത്യം അല്ലെങ്കിൽ അവന്റെ ആ കരുണ മുഖാന്തരമാണ്. Are we able to understand this fact? നമുക്കിത് മനസ്സിലാകുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? Okay, what was the greatest desire of the Lord? What was Lord expecting these 10 boys to do? ഈ 10 പേർ എന്ത് ചെയ്യണമെന്നാണ് കർത്താവോട് ആഗ്രഹിക്കുന്നത്? Read 18 verse 18. 18ാമത്തെ വാക്യം. 9 പേർ അവിടെ ഈ അന്യജാതിക്കാരനല്ല ദൈവത്തിന് മഹത്വം കൊടുക്കുക. What was the desire of the Lord for these boys? എന്താണ് ദൈവത്തിന്റെ ആഗ്രഹം? ആ 10 പേരെ കുറിച്ചുള്ള ദൈവത്തിന്റെ ആഗ്രഹം What should they have been doing? എന്ത് ചെയ്യണമെന്നാണ് കർത്താവ് പ്രതീക്ഷിക്കുന്നത്? It's written there. What should they do? എന്ത് ചെയ്യണം? Nobody understand. മറുപടി ഇല്ലേ? They should glorify God. ദൈവത്തെ മഹത്വപ്പെടുത്തണം. This was a desire of our Lord. പ്രിയമുള്ളവരെ, ഇതാണ് ദൈവത്തിന്റെ ആഗ്രഹം എന്ന് പറയുന്നത്. This is a desire of you and me in his sight. കർത്താവിന്റെ ദൃഷ്ടിയിൽ ഇത് തന്നെയാണ് നിങ്ങളെ കുറിച്ചും എന്നെ കുറിച്ചുമുള്ള ദൈവത്തിന്റെ Whatever ആഗ്രഹം. we do, it has to be for the glory of God. നാം എന്തൊക്കെ ചെയ്താലും അത് ദൈവനാമം മഹത്വപ്പെടുവാനായിട്ട് ആ കാരണമായി തീരണം. That attitude should always be to glorify God. നമ്മുടെ മനോഭാവങ്ങൾ മുഖാന്തരം ദൈവനാമം മഹത്വപ്പെടുവാനായിട്ട് ഇടയായി തീരണം. These 9 boys, they missed it. ആ 9 പേർക്ക് അത് നഷ്ടപ്പെട്ടു. They overlooked it. അവർക്ക് അതിന് സാധിച്ചില്ല. They lost that opportunity. അവർക്ക് ആ അവസരം അവർ നഷ്ടപ്പെടുത്തി കളഞ്ഞു. And they lost everything. അവർക്കെല്ലാം മറ്റ് അതിന് തുടർന്നുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് നഷ്ടപ്പെടുക. They were temporarily they were healed. അവർക്ക് ഒരുപക്ഷെ ടെമ്പററി ആയിട്ട് അവർക്ക് സൗഖ്യം ലഭിച്ചിട്ടുണ്ടായിരിക്കും. But they lost the eternity. എന്നാൽ അവർക്ക് നിത്യതയിലുള്ള അനുഗ്രഹം അവർക്ക് നഷ്ടപ്പെടുകയാണ്. Temporarily they were able to meet, they were able to have a joy all across, their relatives, their friends across. ഒരുപക്ഷെ അവർക്ക് ടെമ്പററി ആയിട്ട് അവരുടെ സന്തോഷം വീട്ടുകാരുടെ മുമ്പാകെ ഒക്കെ കാണിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരിക്കാം. But they were not able to see the glory of God in their life. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വം അവരുടെ ജീവിതത്തിൽ കാണുവാനോ അനുഗ്രഹങ്ങൾ ലഭിക്കുവാനോ അവർക്ക് സാധിച്ചില്ല. How about you, my beloved? പ്രിയമുള്ളവരെ, നമ്മൾ ഓരോരുത്തർക്കും എങ്ങനെയായിരിക്കുന്നു? Do you really remember what you were and where have God kept you today? പ്രിയമുള്ളവരെ, ദൈവം നിങ്ങൾ ഏത് രീതിയിലായിരുന്നു, ഏത് അവസ്ഥയിലേക്ക് അവൻ എത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് നാം ഓർമ്മിക്കുന്നുണ്ടോ? We all come here and sing a song, Shunya Tinu and what?
ശൂന്യമായിരിക്കുന്ന God has brought me from zero. ദൈവം നമ്മെ ശൂന്യതയിൽ നിന്ന് ഈ ഒരു അവസ്ഥയിലേക്ക് ദൈവം കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ള പാട്ടൊക്കെ നാം പാടും. But are we really meaning it? നാം അതിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടാണോ നാം? I was having a terrible pain for past 2 weeks. ഈ 2 ആഴ്ചയായിട്ട് അതികഠിനമായ വേദനയോടെ കടന്നു പോവുകയായിരുന്നു. I was going through tough times in past 2-3 weeks. 2-3 ആഴ്ചകളായിട്ട് വളരെ ബുദ്ധിമുട്ടേറിയ വഴിയിലൂടെ താൻ I പോവുകയായിരുന്നു. went for the treatment, came back, and still the pain was persisting. ഈ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് താൻ പിന്നെയും വന്നപ്പോൾ പിന്നെയും ആ വേദന ആ രീതിയിൽ ഏകദേശം അവിടെ തന്നെ ഉണ്ട്. Last week I visited Malcolm. കഴിഞ്ഞ ആഴ്ച താൻ മാൽക്കം സഹോദരനെ സന്ദർശിക്കുവാനായിട്ടിടയായി. I went there with my back, hands on my back, holding the rail, stepping down, 15-20 steps down. I was thinking, oh, how tough, how painful, how terrible it is. സഹോദരൻ നടുവേദനയായിട്ട് റെയിലൊക്കെ പിടിച്ച് ഏകദേശം 10-20 സ്റ്റെപ്പോളം താഴെ ഇറങ്ങി ആ ഭവനത്തിലേക്ക് പോവുകയാണ്. താൻ അപ്പോൾ ആലോചിച്ചു സഹോദരൻ എന്തുമാത്രം ആ മാൽക്ക സഹോദരൻ ഈ കാരണത്താൽ ബുദ്ധിമുട്ട് സഹോദരൻ എന്ത് ബുദ്ധിമുട്ടാണ് എന്ന് താൻ ചിന്തിക്കുകയായിരുന്നു. I was thinking, concentrating on my pain, my struggle all through. ആ ബുദ്ധിമുട്ടെല്ലാം താൻ സഹിച്ചുകൊണ്ട് താൻ ഇങ്ങനെ അതിലോട്ട് ഇറങ്ങുകയാണ്. And then we sat there for a couple of minutes. കുറച്ചു നേരം ആ ഭവനത്തിൽ താൻ ഇരിക്കുവാനായിട്ടിടയായി. And then we asked him, while getting out, we started to sing some songs and pray. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു പാട്ടുകളൊക്കെ പാടാമെന്ന് നമ്മൾ പറയുകയുണ്ടായി. അങ്ങനെ പാട്ടുകൾ we asked him what to sing. We asked him the choice. നമ്മൾ സഹോദരനോട് ചോദിച്ചു ഏത് പാട്ടാ പാടേണ്ടതെന്ന് ചോദിച്ചു. We asked Malcolm his choice. മാൽക്കം സഹോദരനോട് ചോദിച്ചു ഏത് പാട്ടാണ് പാടേണ്ടത് എന്നുള്ളത് സഹോദരനോട് ചോദിച്ചു. What do you think his response should have been? നീ എന്നെ കാണുന്നില്ലേ? Where are you? How are you? He could have given all the complaints. ആ സഹോദരൻ ഇങ്ങനെ പറയാമായിരുന്നു, ദൈവം നീ എന്നെ കാണുന്നില്ലേ, ഈ അവസ്ഥയിൽ ഞാൻ ആയിരിക്കുന്നല്ലോ എന്ന രീതിയിൽ അദ്ദേഹത്തിന് മറുപടി പറയാമായിരുന്നു. What was his choice? എന്നാൽ അദ്ദേഹം പറഞ്ഞ ആ സോങ് ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാവോ? And he was bubbling up when we were singing. He was bubbling up. He was making all kind of noises, shaking his head, his hands, because he was so happy to sing that song. ആ പാട്ടിനെ പറഞ്ഞപ്പോഴും പാടുമ്പോഴും ഒക്കെ താൻ വളരെ ഊർജ്ജസ്വലനായിട്ട് തനിക്ക് പറ്റുന്ന രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് കൈയൊക്കെ അനക്കിക്കൊണ്ടാണ് താൻ ആ പാട്ട് പാടുവാനായിട്ട് താൻ ശ്രമിക്കുന്നത്. ഇത്രയിൽ എന്നെ ഇത്രമേൽ സ്നേഹിപ്പാൻ ഞാൻ എന്തുള്ളൂ അപ്പനെ. Can we sing that song? ആ പാട്ട് നമുക്കൊന്ന് പാടാമോ? ഇത്രയിൽ എന്നെ ഇത്രമേൽ സ്നേഹിപ്പാൻ എന്തുള്ളൂ ഞാൻ. Remember, he is in a stage where he cannot move his hands and feet. He cannot talk. അദ്ദേഹത്തിന് നേരെ വണ്ണം സംസാരിക്കുവാനോ കൈകൾ അനക്കുവാനോ യാതൊരു സ്വാധീനവും തനിക്കില്ല. He has to have a help even to go to the washroom. തനിക്ക് ഒന്ന് വാഷ്റൂമിൽ പോകണമെങ്കിൽ പോലും മറ്റൊരാളുടെ സഹായം കൂടാതെ കഴിയത്തില്ല. He cannot eat food of himself. തനിക്ക് തന്നെയായിട്ട് സ്വയമായിട്ട് ആഹാരം കഴിക്കുവാനായിട്ട് കഴിയത്തില്ല. And the person he is singing the Lord, ഇത്രയിൽ എന്നെ സ്നേഹിക്കാൻ ഞാൻ ആരാ കർത്താവേ. എന്നാൽ അദ്ദേഹം പാടുന്ന പാട്ട് എന്ന് പറയുന്നത് ഇത്രയിൽ എന്നെ സ്നേഹിപ്പാൻ ഞാൻ എന്തുള്ളൂ എന്നുള്ള പാട്ടാ. My beloved, this is what is the attitude Lord is looking at you. പ്രിയമുള്ളവരെ, ഇത് തന്നെയാണ് ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്ന മനോഭാവം എന്ന് പറയുന്നത്. You may be XYZ in your life. ഒരുപക്ഷെ നിങ്ങൾ മറ്റു പല കാര്യങ്ങളും പല സ്ഥാനങ്ങളും ഉള്ളവരായിരിക്കാം. You may be having your own positions and privileges. ഒരുപക്ഷെ പല ആനുകൂല്യങ്ങളും പല സ്ഥാനങ്ങളും ഉള്ളവരായിരിക്കും. You may be having 2000cc vehicles. ഒരുപക്ഷെ അനേക നല്ല വാഹനങ്ങൾ ഉടമയായിരിക്കാം. You may be having a number of 6-digit 7-digit figure of salaries. ഒരുപക്ഷെ നല്ല വലിയ സംഖ്യ സാലറി ലഭിക്കുന്നവരായിരിക്കും. You may be good looking people. ഒരുപക്ഷെ നല്ല സൗന്ദര്യമുള്ളവരായിരിക്കാം. You may have a wonderful people to influence you all across. ഒരുപക്ഷെ മറ്റുള്ളവരെ സ്വാധീനിക്കാനുള്ള എല്ലാ സാധ്യതകളുമുള്ള വ്യക്തിയായിരിക്കാം. God is not interested in any one of these. ദൈവം എന്ന് പറയുന്നത് ഇതിലൊന്നും താല്പര്യമുള്ളവനല്ല. God is only interested in your heart, and that heart alone which glorifies him all through. ദൈവത്തിന്റെ ആകർഷണം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയവും നമ്മുടെ മനോഭാവവും തന്നെയാണ്. He wants you to glorify him with the complete attitude. ആ പൂർണ്ണമായ മനോഭാവത്തോടെ ദൈവത്തെ ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും
ചെയ്യണമെന്നുള്ളതാണ് അവന്റെ ആഗ്രഹം. Heaven is looking at each one of us. സ്വർഗം നമ്മിലേക്ക് ഓരോരുത്തരിലേക്കും ദൈവം നോക്കിക്കൊണ്ടിരിക്കുക. Heaven is talking about each one of us. നമ്മെ കുറിച്ച് സ്വർഗം സംസാരിച്ചു കൊണ്ടിരിക്കുക. There is a discussion about Saji Matthews in the heaven. ആ സജി മാത്യു അല്ലെങ്കിൽ എബിയെ കുറിച്ച് സ്വർഗം സംസാരിച്ചു കൊണ്ടിരിക്കുക. They are discussing, the angel is discussing how are they looking, how are they depending on the Lord in their life throughout. ആ ദൂതന്മാർ അവരെ എങ്ങനെ ഏത് രീതിയിൽ കർത്താവിനെ ആശ്രയിക്കുന്നു, ഏത് രീതിയിൽ ദൈവത്തിനോട് ചേർന്ന് ജീവിക്കുന്നു എന്നതിനെ കുറിച്ച് അവർ സംസാരിക്കുക. They are not interested in your education, in your privileges at all. അവർ നിന്റെ ആനുകൂല്യങ്ങളിലേക്ക് വിദ്യാഭ്യാസത്തിൽ ഒന്നുമല്ല അവരുടെ ചർച്ച എന്ന് പറയുന്നത്. And when we reach in the eternity, that is what is going to give us the crown. ആ സ്വർഗത്തിലേക്ക് നിത്യതയിലേക്ക് നാം എത്തിച്ചെല്ലുമ്പോൾ ആ മനോഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ കിരീടങ്ങളെ അവൻ തരും. Good. നല്ല കാര്യം. Wonderful man. അതിശയമായ വ്യക്തി. My beloved, പ്രിയ സഹോദരി സഹോദരന്മാരെ, the lepers teach us a number of lessons. ആ കുഷ്ഠരോഗികൾ ഒട്ടനവധി പാഠങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. But you know the basic thing is, എന്നാൽ നിങ്ങൾക്ക് അടിസ്ഥാനപരമായ കാര്യങ്ങൾ അറിയാം. where are you? നാം എവിടെ ആയിരിക്കുന്നു? You may have a number of problems. ഒരുപക്ഷെ പല പ്രശ്നങ്ങൾ നിങ്ങളുടെ മുമ്പാകെ ഉണ്ടായി. Like those uncle and auntie in the hospital, they had so much of problems. ആ സഹോദരി സന്ദർശിക്കാൻ വന്നവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. But are you only able to see those dots in the beautiful frame? ആ വലിയ മനോഹരമായ ആ ഫ്രെയിമിൽ അവർക്ക് ചില ഡോട്ടുകളും കുഴപ്പങ്ങളും മാത്രമേ കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നുള്ളൂ. Or you are able to see and enjoy the beauty of God in every sense. പ്രിയമുള്ളവരെ, എല്ലാ രീതിയിലും എല്ലാ വശങ്ങളിൽ നിന്നും കർത്താവിന്റെ സൗന്ദര്യം ആസ്വദിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. You are special before the Lord. ദൈവത്തിന് മുമ്പാകെ നിങ്ങൾ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള വ്യക്തികൾ തന്നെയാണ്. You are important before the Lord. ദൈവത്തിന് ഏറ്റവും പ്രാധാന്യമുള്ളവരാണ്. Your attitude is even more. നിങ്ങളുടെ മനോഭാവം ദൈവത്തിന് വളരെ പ്രാധാന്യമുണ്ട്. Give up yourself before the Lord because He loves you. നമ്മെ തന്നെ ത്യജിക്കുക. കർത്താവ് നമ്മെ അത്ര അധികം സ്നേഹിച്ചു. God bless you.